ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता विशाखान्वितं ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश जय श्री चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण हे कृष्ण चैतन्य शरीरधारी कृपाम्बुधिर्यस्तमहं प्रपद्ये पंचतत्त्वात्मकं कृष्णं भक्तरूप स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण हरि ओम तत्सत। ചൈതന്യ ചരിതാമൃതം മധ്യലീല 11-ാമത്തെ അധ്യായം 190-ാമത്തെ ശ്ലോകം മുതൽക്ക് 196 അല്ലേ? നിത്യാനന്ദ ജഗദാനന്ദ ദാമോദര മുകുന്ദ ഹരിദാസേ മിലി സബേ പൈല ആനന്ദ. नित्यानंद जगनानंद दामोदर मुकुंद हरिदास मिली सबे पहला आनंद। Very good. When Nityananda Prabhu, Jagananda Prabhu, Damodara Prabhu and Mukunda Prabhu met Haridas Thakur, they all became very pleased. ഇവരെല്ലാം എവിടുന്ന് വരുന്നതാണ്? എവിടുന്നാണ് ഇവരെല്ലാം വരുന്നത്? എവിടെയാണ് അവര് ഇപ്പൊ ഉള്ളത്? എവിടെയാണ്? ജഗന്നാഥ് പുരിയിൽ അല്ലേ? ഓക്കെ. എവിടുന്നാ വരുന്നവരൊക്കെ? യെസ്, നവദീപ് മായാപൂർ. നവദ്വീപിലാണല്ലോ. ഇപ്പൊ എല്ലാ ഭക്തന്മാരും കൊല്ലത്തില് 4 മാസം ജഗന്നാഥ് പുരിയില്. അത് ഏത് സമയത്താണ് വരിക? രഥയാത്ര സമയത്ത്. ഇപ്പൊ ഇവരെല്ലാം വന്നിരിക്കുകയാണ്. ഇവർക്കുള്ള താമസ സൗകര്യം പ്രസാദവും എല്ലാം ആരാണ് അറേഞ്ച് ചെയ്യുന്നത്? സർവഭൗമ ഭട്ടാചാര്യ അല്ലേ? സർവഭൗമ ഭട്ടാചാര്യ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത്? മഹാരാജാണ് അല്ലേ? അവരെല്ലാം വന്നപ്പോ ചൈതന്യ മഹാപ്രഭു ഇവരെ കാണാണ്. അങ്ങനെ പ്രതാപരുദ്ര മഹാരാജാവ് ചോദിക്കുകയാണ്, ഓരോരുത്തരെ ഇൻട്രൊഡക്ഷൻ, ആരാണ് ഇവരെ എല്ലാം ആര് പറഞ്ഞു കൊടുക്കുന്നു? സർവഭൗമ ഭട്ടാചാര്യ പറഞ്ഞു കൊടുക്കുന്നു ഓരോരുത്തരുടെ ഇൻട്രൊഡക്ഷൻ. ഇവരെല്ലാം വന്നു. ഇവർക്കുള്ള താമസ സൗകര്യം. ഹരിദാസ് ഠാക്കൂർക്കിന് എവിടെയാണ് താമസം? അമ്പലത്തിനോട് അടുത്തുള്ള ഒരു റൂം, സ്പെഷ്യൽ റൂം അല്ലേ പ്രഭു? അതെ, അമ്പലത്തിനോട് അടുത്ത് പറഞ്ഞാൽ ആരുടെ അടുത്താണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ തന്നെ. ചൈതന്യ മഹാപ്രഭുവിന്റെ വളരെ അടുത്ത് തന്നെ. ചൈതന്യ മഹാപ്രഭു പറയുന്നു, അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു ഇതില്ല, അതുകൊണ്ട് ഞാൻ ഡെയിലി വന്ന് കാണാം, പ്രസാദം എപ്പോഴും കൊടുത്തേക്കാം. അപ്പൊ അമ്പലത്തിലേക്ക്, അതായത് ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും ഭഗവാൻ സ്വയം ഹരിദാസ് ഠാക്കൂറിനെ ചെന്ന് കാണുകയാണ്. അപ്പൊ ഈ ഹരിദാസ് ഠാക്കൂറിനെ കണ്ടപ്പോൾ, ഇവരെല്ലാം കണ്ടപ്പോൾ ഹരിദാസ് ഠാക്കൂറിന് വളരെ സന്തോഷമായി. നിത്യാനന്ദ പ്രഭു, ജഗദാനന്ദ പ്രഭു, ദാമോദര പ്രഭു, മുകുന്ദ പ്രഭു, ഇവരെല്ലാവരും എല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അസോസിയേറ്റ്സ് ആണ് അവരെല്ലാം. 197 സമുദ്ര സ്നാനകരി പ്രഭു ആയില നിജസ്ഥാനേ അദ്വൈതാദി ഗേല സിന്ധു കരി ബാരെ സ്നാനേ.
समुद्र स्नानाकारी प्रभु ऐला निज स्थाने अद्वैतादि केला सिंधु करीपार स्नाने. Very good. When Sri Chaitanya Mahaprabhu returned to his residence after taking a bath in the sea, all the devotees headed by Advaita Prabhu went to bathe in the sea. Chaitanya Mahaprabhu സ്നാനം കഴിഞ്ഞിട്ട് സമുദ്രത്തിൽ സ്നാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാ ഭക്തന്മാരും അദ്ദേഹത്തിൻ്റെ തലവനാരായിരുന്നു അദ്വൈത ആചാര്യ. അവരെല്ലാവരും കൂടിയിട്ട് സമുദ്രത്തിൽ കുളിക്കാൻ വേണ്ടി പോയി. ആസി ജഗന്നാഥേര കൈല ചൂടാ ദർശനം പ്രഭുരാവ ആവേശേ ഐല കരിത ഭോജന. കേൾക്കുന്നില്ല? ആസി ജഗന്നാഥേര കൈല ചൂടാ ദർശന പ്രഭുര ആവാസേ ഐല കരിതേ ഭോജന. Very good. After bathing in the sea, Advaita Prabhu and all other devotees returned, and on their return they saw the top of the Jagannath temple. Then they went to the residence of Sri Chaitanya Mahaprabhu to take their lunch. അപ്പോൾ സമുദ്രത്തിൽ എല്ലാവരും സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എവിടെ നോക്കിയെന്ന് പറഞ്ഞ ജഗന്നാഥ ക്ഷേത്ര ദർശനം, സുദർശൻ ടെമ്പിളിന്റെ ടോപ്പിലുള്ള ചക്രം. അപ്പൊ നാളുടെ ഉള്ളിൽ സദർശനം കിട്ടിയെങ്കിലും ഭഗവാന്റെ ചക്രം കാണുമ്പോൾ ദർശനത്തിന് ഈക്വലാണ്, തുല്യമാണ്. അതിനുശേഷം അവരെല്ലാവരും ചൈതന്യ മഹാപ്രഭുവിന്റെ വീട്ടിലേക്ക് പ്രസാദം കഴിക്കാൻ പോയി എന്നാണ് പറയുന്നത്. സബാരേ വസൈല പ്രഭു യോഗ്യക്രമകരി ശ്രീ ഹസ്തേ പരിവേഷന കൈല ഗൗരഹരി. സബാരേ വസായില പ്രഭു യോഗ്യ ക്രമകരി ശ്രീ ഹസ്തേ പരിവേഷന കൈല ഗൗരഹരി. One after another, Sri Chaitanya Mahaprabhu made all the devotees sit in their proper places. He then began to distribute prasadam with his own transcendental hand. അപ്പോൾ ഓരോരുത്തരെയും അവരവരുടെ ആ സ്റ്റാറ്റസ് അനുസരിച്ച് അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് അതായത് സ്ഥാനം കൊടുത്തു. ഓക്കെ, അപ്പം നമ്മളും ഇതിൽ ഒരു കാര്യം നോക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത്, ഇങ്ങനത്തെ എല്ലാ ഗെറ്റ് ടുഗദർ സമയത്ത്, ആഘോഷമുള്ള സമയത്ത്, ഫെസ്റ്റിവൽ സമയത്ത് പല പ്രധാനപ്പെട്ട വ്യക്തികളും വരും അല്ലേ. അപ്പോൾ അവരുടെ ആ യോഗ്യത അനുസരിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ നമ്മൾ കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. One after another, Sri Chaitanya Mahaprabhu made all the devotees sit in their proper place. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങളുണ്ട്, അതനുസരിച്ച് നമ്മളും ചെയ്യണം. ചൈതന്യ മഹാപ്രഭുവും ആ സീനിയോറിറ്റി അനുസരിച്ചും അവരുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടും പിന്നെ അവരുടെ ഭക്തി അനുസരിച്ച് ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാം. ആരാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി അറിയലോ, ആരെ വിളിക്കണം, ആരെ സമ്മാനിക്കണം, ആരെ എവിടെ ഇരുത്തണം, ഇതെല്ലാം അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് ബിഫിറ്റിംഗ് പ്ലേസസ്, പ്രോപ്പർ പ്ലേസസ്. അതിനുശേഷം എല്ലാവർക്കും പ്രസാദം നമ്മൾ കൊടുക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ ആദ്യം സ്ത്രീകൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ മുതിർന്നവർ കൊടുക്കുന്നു, എന്നിട്ടെല്ലാം കഴിഞ്ഞ ശേഷമാണ് അവസാനമാണ് ബാക്കിയുള്ളവർ ഇരിക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു എറ്റിക്കേറ്റാണ്. ഇതൊക്കെ എറ്റിക്കേറ്റാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്പ അന്ന നാഹി ഐസേ ദീത്തെ പ്രഭു രഹാത്തെ ദുയ് തീനേര അന്ന ദേന ഏക ഏക പാത്തെ. अल्पा अन्न नहीं ऐसे दिते प्रभु रहते दुई दिन रा अन्न देना एका एका पाते. All the devotees were served prasadam on plantain leaves, and Sri Chaitanya Mahaprabhu distributed on each leaf a quantity suitable for 2 or 3 men to eat, for his hand could not distribute less than that. Chaitanya Mahaprabhu എല്ലാവർക്കും എന്താണ് വാഴയുടെ ഇലയിലാണ് പ്രസാദം വിളമ്പി കൊടുത്തത്. പക്ഷെ ഓരോ ഇലയിലും 2-3 പേർക്ക് കഴിക്കാനുള്ള പ്രസാദം കഴിച്ചാൽ അതിലും കുറവായിട്ട് അദ്ദേഹത്തിന് ഉടമ്പാൻ പറ്റുന്നില്ല, കുറച്ചായിട്ട്. പ്രഭു ന ഖൈലെ കേഹന കരെ ഭോജന ഉർദു ഹസ്തേ വാസി രാഹേ സർവ ഭക്തഗണ. प्रभु न कैले के हा न करे भोजना उद्वा हस्ते वासी रहे सर्व भक्त गणा. All the devotees kept their hands raised over the prasadam distributed to them, for they did not want to eat without seeing the Lord eat first. എല്ലാവരും ചൈതന്യ മഹാപ്രഭു പ്രസാദം ഓണർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, എല്ലാവരും തയ്യാറായിട്ടിരിക്കണം. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ആദ്യം തുടങ്ങിയാൽ മാത്രമേ അവർ തുടങ്ങുള്ളൂ. അതും ഒരു എറ്റിക്കറ്റാണ്.
അല്ലേ? स्वरूप गोशानी प्रभु के कैला निवेदना तुम्ही ना वसीले के हा न करे भोजना. स्वरूपा गोसानी प्रभु का कैल निवेदना तुम्ही न वासीला केहाना करे भोजना. സ്വരൂപ് ഗോസ്വാമി പറഞ്ഞു എന്താണ്? സ്വരൂപ് ദാമോദർ ഗോസ്വാമി then informs Sri Chaitanya Mahaprabhu, unless you sit and take prasadam, no one will accept it. അപ്പോൾ പ്രഭു ഇരുന്നാൽ, അതായത് മഹാപ്രഭു ഇരുന്ന് ഉണരുന്നാൽ മാത്രമേ മറ്റുള്ളവര് പ്രസാദം കഴിക്കാൻ തുടങ്ങുള്ളൂ എന്ന് സ്വരൂപ് ദാമോദർ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിടെ പറഞ്ഞു. തോമാസങ്കേരഹേയത സന്യാസീരഗണം ഗോപിനാഥാചാര്യ താൻഡ്രേ കരിയാച്ചേ നിമന്ത്രണ. തോമാസങ്കര ഹേ യാതാ സന്യാസാര ഗണ ഗോപിനാഥാചാര്യ താൻഡ്രേ കരിയാച്ചേ നിമന്ത്രണ. Gopinathacharya has invited all the sannyasis who remain with you to come and take prasadam. Gopinathacharya ആരാണ്? സർവ ഭട്ടാചാര്യരുടെ ബ്രദറിൻലോ. അദ്ദേഹം അവിടെയുള്ള എല്ലാ സന്യാസിപരിമാരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പ്രസാദം ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആചാര്യ അസിയാചേന ഭിക്ഷാര പ്രസാദന്നലാന പൂരി ഭാരതീയാചേന ത്വമാര അപേക്ഷ കരിയ. आचार्य से चेना भिक्षाकार प्रसादन न लाना पूरी भारत चेना तुम्हारा अपेक्षा करिया. Gopinath Acharya has already come, bringing sufficient remnants of food to distribute to all the sannyasis. And sannyasis like Paramananda Puri and Ramananda Bharati are waiting for you. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ചൈതന്യ മഹാപ്രഭു പ്രസാദം ഉണറിയാൻ വേണ്ടിയിട്ട്. നിത്യാനന്ദ ലാന ഭിക്ഷ കരിതേ വൈസ തുമി വൈഷ്ണവേര പരിവേഷണ കരിതേച്ചി അമി. नित्यानंद लाना भिक्षा करिता वासा तुम्ही वैष्णवेरा परिवेशेना करितेची आमी. You may sit down and accept the luncheon with Nityananda Prabhu, and I shall distribute the prasadam to all the Vaishnavas. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യാൻ അപേക്ഷിക്കുകയാണ് നിത്യാനന്ദ പ്രഭു സഹിതം അവിടെ ഇരുന്നിട്ട് പ്രസാദം ഉണറിയാൻ വേണ്ടിയിട്ട്. താബേ പ്രഭു പ്രസാദന്ന ഗോവിന്ദ ഹാതേ ദിലാം യത്ന കരി ഹരിദാസ ഠാക്കുരെ പഠായില. ताबे प्रभु प्रसद्दान गोविंदा हाते दिला यत्नकारी हरिदासा ठाकुरे पताहिला. After this, Sri Chaitanya Mahaprabhu carefully delivered some prasadam into the hands of Govinda to be given to Haridas Thakur. ഇതിനുശേഷം ചൈതന്യ മഹാപ്രഭു കുറച്ച് പ്രസാദം ഗോവിന്ദന് കൊടുത്തിട്ട് പറഞ്ഞു ഹരിദാസ് ഠാക്കൂറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. आपने वसीला सभा सन्यासी रेलाना परिवेषण करे आचार्य हरासिता ह्याना. अपाने वासीला सभा सन्यासीरे लाना प्रवेशेना कारी आचार्य हरासिता हाना. Then Sri Chaitanya Mahaprabhu personally sat down to accept lunch with the other sannyasis, and Gopinath Acharya began to distribute the prasadam with great pleasure. Swarupa Goshani Damodara Jagadananda Vaishnavere Pariveshe Tina Jane Ananda. स्वरूप गोसानी दामोदर जगन्नाथ वैष्णवेरे परिवेशे तीना जाने आनंदा. Then Swarup Damodar Goswami, Damodar Pandita Jagadananda all began to distribute prasadam to the devotees with great pleasure. Jagannathpuril നിന്ന് കൊണ്ടുവന്ന പ്രസാദത്തിന്റെ കാര്യം പറയും. നാനാ പിഠ പാന ഖായ ഖാൻ ആഖന്തപുരിയാം മധ്യ മധ്യ ഹരി കഹേ ആനന്ദിതാന. नाना पिता पाना खाया आकंता पुरिया मध्य मध्य हरि का है आनंदिता हाना. They ate all kinds of cakes and sweet rice, filling themselves up to their throats, and at intervals they vibrated the holy name of Lord in great jubilation. അവരെല്ലാ തരത്തിലുള്ള വ്യഞ്ജനങ്ങളും, അതായത് കേക്ക്സ്, സ്വീറ്റ് റൈസ് എല്ലാം കഴിച്ചു. നമ്മൾ പറയില്ലേ മൂക്കുവരെ കഴിച്ചു എന്ന് പറയില്ലേ, filling themselves up to their throats. And at intervals, ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ ഹരിനാമവും അവര് ഉച്ചരിച്ചിരുന്നു ഗ്രേറ്റ് സന്തോഷത്തോടു കൂടിയിട്ട്. So it is a practice of Vaishnavas while taking prasadam to chant the holy name of Lord Hari at intervals and also sing various songs such as Sharira Avidyajal,
ഓക്കെ, ഇത് പ്രസാദം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെല്ലുന്ന മന്ത്രം. ഓക്കെ, നമ്മൾ തുടക്ക സമയത്ത് അവതാരിദേശയിൽ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പ്രസാദം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഡിവോട്ടി ഇരുന്നിട്ട് കൃഷ്ണ ബുക്ക് വായിക്കുക. അതായത് ആ സമയത്ത് പ്രജൽപ്പം പാടില്ല. സാധാരണ പ്രസാദം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് ഒന്നും സംസാരിക്കരുത്. ഒരു ഡിവോട്ടി ഇരുന്ന് കൃഷ്ണ ബുക്ക് വായിക്കും. അപ്പൊ അത് കേട്ടിട്ട് പ്രജൽപ്പം ചെയ്യാണ്ട് പ്രസാദം കഴിക്കുക എന്നുള്ള ഒരു ഇതില് പിന്നീട് അത് ഇല്ലാതെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. Those who are honoring prasadam, accepting the remnants of food offered to the deity, must always remember that prasadam is not ordinary food. Prasadam is transcendental. We are therefore reminded. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ മഹാപ്രസാദത്തിന്റെ പ്രണാമന്ത്രം, പിന്നെ ഭഗവാന്റെ കഥകളുള്ള കൃഷ്ണ ബുക്ക്, ഭാഗവതം, ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നത്. ഇത് സാധാരണ ഭക്ഷണമല്ല, ഇത് പ്രസാദം, ഭഗവാന്റെ കൃപയാണ്. ഓക്കെ, ഇതിനെ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മഹാപ്രസാദേ ഗോവിന്ദേ നാമബ്രാഹ്മണേ വൈഷ്ണവേ സ്വൽപ പുണ്യവ്രതം രാജൻ വിശ്വാസോ നൈവ ജായതേ തുടങ്ങിയിട്ടുള്ള ആ പ്രസാദ മന്ത്രം. Those who are not pious cannot understand the value of Mahaprasadam or the holy name of the Lord. Both Prasadam and the Lord's names are on the Brahman platform or spiritual platform. Okay, ഭഗവാന്റെ നാമവും പ്രസാദവും ബ്രഹ്മൻ പ്ലാറ്റ്ഫോം. ബ്രഹ്മൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയില് പറയുന്നത് എന്താണ്, ആ ഭഗവാന്റെ ഉച്ഛിഷ്ടം യജ്ഞശിഷ്ടാശിനോ ശാന്തോ മുച്ചന്തേ സർവകിൽബിഷൈ ഗൂഞ്ചതേ തേതോകം പാപം ഈ പചന്തി ആത്മകാരണ. അതായത് ഭഗവാന്റെ ആ ഉച്ഛിഷ്ടം പ്രസാദം, അതായത് ഭഗവാന്റെ റെമനൻസ് നമ്മൾ കഴിക്കണം. അല്ലെങ്കിൽ അതെന്താണ് സംഭവിക്കുക, നമ്മൾ വെറും പാപമാണ് കഴിക്കുന്നത്. അപ്പൊ ഭഗവാന് സമർപ്പണം ചെയ്തിട്ടുള്ള, ഭഗവാൻ ബാക്കി വെച്ചിട്ടുള്ള റെമനൻസ് ആണ് സ്പിരിച്വൽ, അത് ബ്രഹ്മൻ പ്ലാറ്റ്ഫോമിലാണ്. അത് കഴിച്ചില്ലെങ്കിൽ നമ്മൾ വെറും പാപമാണ് കഴിക്കുന്നത്. അതാണ് അപ്പൊ തന്നെ പറയുന്നത്. എന്താണ് നമ്മൾ കഴിക്കാൻ പാടുള്ളത് കാര്യങ്ങള്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തദഹം ഭക്തിയാഹുഭൃതം അസ്നാമൈ പ്രയതാത്മന. ഭക്തി 2 പ്രാവശ്യമാണ് പറയുന്നത്. അപ്പൊ എന്ത് കഴിക്കാൻ പാടും? പത്രം പുഷ്പം ഫലം തോയം, ഈ കാര്യങ്ങളെ. പക്ഷെ അത് എങ്ങനെ കഴിക്കണം? യജ്ഞമായിട്ട് കഴിക്കണം. യജ്ഞം എങ്ങനെയാണ്? ഭഗവാൻ സമർപ്പിക്കുമ്പോൾ അത് യജ്ഞമാകുന്നു അല്ലേ? അപ്പൊ അപ്പോഴാണ് പ്രസാദമാകുന്നത്. അല്ലെങ്കിൽ അതെന്താണ്? ഭോഗ. അതാണ് നമ്മൾ പറയില്ലേ, ഭോഗ ഓഫറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസാദം ഓഫറിങ് എന്നല്ല പറയുന്നത്, ഭോഗ. അതായത് ഓഫർ ചെയ്യുന്നതിന് മുമ്പ് ഭഗവാന് സമർപ്പിക്കുന്നതിന് അത് ഭോഗമാണ്, ഭക്ഷണമാണ്. അത് സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ അതെന്തായി? പ്രസാദമായി. ഇപ്പൊ എന്താണ് എന്താ അമ്പലത്തിൽ നടക്കുന്ന പറഞ്ഞാൽ അവിടെ ഭോഗ ഓഫറിങ് നടക്കുകയാണ്, പ്രസാദം ഓഫറിങ് പറയില്ല. ഓഫറിങ് ശേഷം അത് പ്രസാദമായിട്ട് മാറും. എപ്പോഴാണ് പ്രസാദമാവുന്നത്? ഭക്തിയോടുകൂടി നമ്മൾ അത് സമർപ്പണം ചെയ്യുമ്പോൾ. അതുകൊണ്ട് വെറും ഭക്തി ഇല്ലാണ്ട് നമ്മളൊരു റിച്വലായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ എന്തായി? അത് എന്താണ് തമ്മിൽ വ്യത്യാസം? ഭക്തിയോടെ ഓഫർ ചെയ്യുന്നതും ഒരു റിച്വലായിട്ട് ഓഫർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം എന്താണ്? ഭക്തിയോടെ സമർപ്പിച്ചാലേ ഭഗവാൻ അത് സ്വീകരിക്കുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പാപമല്ലേ പ്രഭു? നമ്മൾ പാപം ഭുജിക്കേണ്ടി വരും. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ പ്രഭു? അത് പാപം ഇല്ലാതിരിക്കാനല്ലേ ഭഗവാന് സ്നേഹത്തോടെ സമർപ്പിക്കുന്നതും ആഹാരത്തിലെ പാപം കിട്ടാതിരിക്കാനല്ലേ? അതെ, മാതാജി പറഞ്ഞത് ശരിയാണ്. പക്ഷെ രണ്ടിനും കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ റിച്വലായിട്ട് ഭഗവാന് സമർപ്പണം ചെയ്യുമ്പോൾ അതെന്താണ് നമ്മുടെ റിസൾട്ട്? ഓക്കെ, പിന്നെ ആ സമർപ്പിക്കുന്ന സമയത്ത് നല്ല സ്നേഹത്തോടു കൂടി, അഫെക്ഷനോടു കൂടി നമ്മൾക്ക് ഭഗവാന് അഹമരിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ്? താമസികമായിട്ടുള്ളതാണോ പ്രഭു? അല്ല, സാത്വികമായിട്ടുള്ളതാണോ? അല്ല. അറിയില്ല പ്രഭു, പറഞ്ഞത് അറിയില്ല. ആർക്കും അറിയില്ല? മംഗളമാതാജി, വഴിപാടായിട്ട് ചെയ്യണത്, അതായത് അതിന്റെ കാര്യഗൗരവം എന്താന്ന് അറിയാതെ ചെയ്യണത് റിച്വൽ അങ്ങനെയാണോ പ്രഭുജി? അതെ, നമ്മൾ അതിന്റെ ഉദ്ദേശം അറിയാണ്ട് നമ്മൾ ചെയ്യാണ്. എന്തിനാണ് ചെയ്യുന്ന അറിയില്ല, പക്ഷെ നമ്മൾ റിച്വലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന് കിട്ടുന്ന
അങ്ങനെ ചെയ്യുന്നതിൻ്റെ ആ ഫലം എന്താണ്? സ്നേഹത്തോട് നമ്മൾ സമർപ്പണം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എന്താണ്? നമ്മൾ റിച്വലായിട്ട് ചെയ്യുമ്പോൾ, സ്നേഹം ഇല്ലാതെ ചെയ്യുമ്പോൾ, പൂർണ്ണമായിട്ടുള്ള ആ സമർപ്പണ ഭാവത്തോട് ഭഗവാൻ ഇത് കഴിക്കണം, ഇത് ഭക്ഷിക്കണം, ഇത് ഓണർ ചെയ്യണം എന്നുള്ള സ്നേഹത്തോട് നമ്മൾ കഴിക്കുമ്പോൾ അത് പ്രസാദമാവും. മറ്റത് സാങ്ക്ടിഫൈഡ് ഫുഡ് ആവുന്നത്, പ്യൂരിഫൈ ചെയ്യുന്നേ ഉള്ളൂ. ഭഗവാൻ സ്വീകരിക്കുന്നത് അതിനെ സാങ്ക്ടിഫൈ ചെയ്യും, പ്യൂരിഫൈ ചെയ്യും. അതിൽ നമുക്ക് പാപം കിട്ടില്ല. കാരണം ഈവൻ പച്ചക്കറികളിലും വെജിറ്റബിൾ സാകാരി ഭക്ഷണങ്ങളിലും പാപമുണ്ട് നമ്മൾ ഭഗവാൻ അർപ്പിക്കാതെ കഴിയുമ്പോൾ. ആ പാപം എന്നെടുക്കും, പക്ഷെ പ്രസാദമാവില്ല. അത് സാങ്ക്ടിഫൈഡ് ഫുഡാവും. പ്രസാദം പറഞ്ഞാൽ ഭഗവാന്റെ മേഴ്സി കിട്ടുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടി അർപ്പിക്കണം. അണ്ട് നമ്മൾ വ്യത്യാസം സട്ടിൽ ഒരു ചെറിയൊരു സട്ടിൽ ഡിഫറൻസേ ഉള്ളൂ. ഒന്ന്, നമ്മൾ സ്നേഹത്തോടുകൂടി അർപ്പിക്കുമ്പോൾ ഭഗവാൻ അത് പ്രസാദമാക്കിയിട്ടും ഭഗവാൻ നമ്മുടെ മേഴ്സി തരുന്നു, നമുക്ക് ഭക്തി കൂടും. മറ്റത് സാങ്ക്ടിഫൈഡ് പ്യൂരിഫൈഡ് ഫുഡ് ആവുന്നു, നമുക്ക് പാപം കിട്ടില്ല, പക്ഷെ ഭക്തി വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും നമുക്ക് നിർദ്ദേശം തന്നിട്ട് അത് നമ്മൾ ചെയ്യുന്നതും അച്ഛനും അമ്മയും പറയാതെ തന്നെ അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യത്യാസമുണ്ടോ? ഇല്ലേ? അതേപോലെ അപ്പൊ അച്ഛന്റെ മനസ്സിൽ മനസ്സിലാക്കി നമ്മളത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നതും അച്ഛൻ പറഞ്ഞ ശേഷം നമ്മൾ അത് കാര്യം സാധിച്ചു കൊടുക്കുന്ന വ്യത്യാസമുണ്ട്. അതന്നെ ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ ആ സമർപ്പണം ഭഗവാന് കൊടുക്കുന്നത് വളരെ ഇഷ്ടത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി കൊടുക്കുമ്പോൾ ഭഗവാൻ നമുക്ക് അതിലെ മേഴ്സി തരും. മേഴ്സി പറഞ്ഞാൽ ഭക്തി. പ്രസാദത്തിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ ഭക്തി കൂടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള സമർപ്പണ ഭാവം. റിച്വൽ അല്ല അവിടെ ആവശ്യം, സ്പിരിച്വൽ ആകുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ടായിരിക്കും. മറ്റത് ഈ കാസ്റ്റ് ബ്രാഹ്മണാസ്, സ്മാർത്ത ബ്രാഹ്മണാസ്, അവർ കൂടുതലും റിച്വൽ ചെയ്യാണ്. മന്ത്രങ്ങൾ ചെല്ലുന്നുണ്ട്, എന്തിനാണ് ചെല്ലുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം ഒന്നും അറിയുന്നില്ല. നമ്മൾ മഹാപ്രസാദേ ഗോവിന്ദേ നാമ ബ്രാഹ്മണ വൈഷ്ണവേ സ്വൽപപുണ്യ വ്രതം രാജൻ വിശ്വാസവും നൈവജായത് ശരീര വിദ്യാചാരം പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ എന്താണ് അർത്ഥം പറഞ്ഞാൽ നമ്മൾ അത്രത് റിച്വലായിട്ട് പറയുന്നു. അത് നമ്മുടെ നാവ് ഒരു ഏറ്റവും കൂടുതൽ ഒറേഷ്യസ് ആയിട്ടുള്ള സെൻസാണ് നാവ്. അതിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പ്രസാദം മാത്രം കഴിച്ചാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നെറ്റ്വർക്ക് ഓഫ് സെൻസസ് ഭയങ്കര സ്ട്രോങ് ആണ്. അതിൽ ഏറ്റവും ഒറേഷ്യസ് ആയിട്ടുള്ള നമ്മുടെ നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എങ്ങനെ? നാമം ജപിച്ചിട്ടും പ്രസാദം കഴിച്ചിട്ടും. അങ്ങനെ ഭഗവാന്റെയും രാധാറാണിയുടെയും ആ കാൽക്കില് തൃപ്പാദങ്ങളിൽ നമ്മൾ നമസ്കരിച്ച് ആ പ്രസാദം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ബെനിഫിറ്റ്, ഇതാണ് നമ്മൾ മഹാപ്രസാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഈ മന്ത്രം ചൊല്ലുന്നത്. കാരണം നമ്മുടെ ഭൗതിക ലോകത്തിലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു ശമനം വരണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമം, ഭഗവാന്റെ പ്രസാദം. ഓക്കെ, അപ്പൊ ഭഗവാന്റെ പ്രസാദമാണ് മേഴ്സി. അത് പ്രസാദം പറഞ്ഞാൽ മേഴ്സിയാണ്. മേഴ്സി കിട്ടണമെങ്കിൽ നമ്മൾ വിത്ത് ലവ് ആൻഡ് ഡിവോഷൻ അത് സമർപ്പിക്കണം. അതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും പിന്നിലുള്ള ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി അത് അനുസരിച്ച് നമ്മൾ ഭഗവാനെ സമീപിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Those who are not pious cannot understand the value of മഹാപ്രസാദം. അപ്പോൾ അതിൻ്റെ മഹാപ്രസാദത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാത്തവരാണ് അതിനെ പുച്ഛിച്ച് തള്ളുന്നത്, അതിനെ വേസ്റ്റ് ആക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ മഹാപ്രസാദമാണ്, അത് കളയാൻ പാടില്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ കഴിക്കാൻ പാടൂ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് കൊടുത്താലും അത് മഹാപ്രസാദം കഴിക്കാനും അത് ദഹിക്കാനുള്ള കഴിവുണ്ട്. ഇന്ന് അതില്ല ആർക്കും. ഇന്ന് എല്ലാവർക്കും പല അസുഖമാണ്. എനിക്കത് പാടില്ല, എനിക്കിത് പാടില്ല, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, BP ഉണ്ട്, ഷുഗർ ഉണ്ട്. അന്നത്തെ കാലത്ത് എത്ര കഴിച്ചാലും ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് അത് ദഹിക്കുകയും ചെയ്യും, കഴിക്കാനും പറ്റും. ഇന്ന് എല്ലാവരും കലിയുഗത്തിൻ്റെ പ്രഭാവം കാരണം ഒരുപാട് അസുഖങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ കോട്ട എത്ര, നമുക്ക് ഇത്രയും കഴിക്കാൻ പാടും. അതനുസരിച്ച് ഉടമ്പം തന്നെ പറയാ, പ്രഭു മാതാജി എനിക്ക് കുറച്ച് മതി കേട്ടോ, കഴിഞ്ഞ വേസ്റ്റ് ചെയ്യാൻ പാടില്ല, പ്രസാദമാണ്.
അപ്പോൾ അതാണ് ബ്രഹ്മൻ പ്ലാറ്റ്ഫോം ഓഫ് സ്പിരിച്വൽ പ്രയർ. വൺ ഷുഡ് നെവർ കൺസിഡർ പ്രസാദം ടു ബി ലൈക്ക് ഓർഡിനറി ഹോട്ടൽ കുക്കിംഗ്. ഒരു ഹോട്ടലിൽ കഴിക്കുന്ന ഭക്ഷണം പോലെയല്ല നമ്മൾ പ്രസാദം കഴിക്കേണ്ടത്. നോർ ഷുഡ് വൺ ടച്ച് എനി കൈൻഡ് ഓഫ് ഫുഡ് ഓഫർ ടു ദ ഡെയിറ്റി. നോർ ഷുഡ് വൺ ടച്ച് എനി കൈൻഡ് ഓഫ് ഫുഡ് ഓഫർ ടു ദ ഡെയിറ്റി. അതായത് ഭഗവാന് സമർപ്പിച്ച ശേഷം നമ്മളത് സാധാരണ പോയിട്ട് വൃത്തിയില്ലാത്ത കൈ കൊണ്ടും അതിൻ്റെ ആവശ്യമില്ലാതെ അതിനെ തൊടാൻ പാടില്ല എന്ന് പറയും. അതൊക്കെ ശുദ്ധി കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. Every Vaishnava strictly follows the principle and does not accept any food that is not prasadam. വൈഷ്ണവന്മാർ പ്രസാദം അല്ലാതെ ഒന്നും സ്വീകരിക്കില്ല. വൺ ഷുഡ് വളരെ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇതൊക്കെയാണ് ഒരു വൈഷ്ണവ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ കലികാലമാണ് എഗെയിൻ, അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അതല്ല നമ്മൾ എന്തും എവിടെയും ചെന്ന് കഴിക്കണം എന്നല്ല. ചില ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റൻസ് നോക്കിയിട്ട് ചില ഫ്ലെക്സിബിലിറ്റി ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതായത് ഓപ്പണായിട്ട് വിട്ടുകൊടുത്താൽ പിന്നെ നമ്മൾ പതുക്കെ എന്തായി പ്രസാദം നിർത്തി ഭക്ഷണം, ആഹാരം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മളെ സട്ടിൽ വേല ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കും. നമ്മൾ അറിയുന്നില്ല. ഒരു നേരം ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിച്ചാൽ എന്താ പ്രശ്നം? നമ്മളങ്ങനെ തുടങ്ങാം. മാന ഇടിഞ്ഞു വീഴുമോ? മാന ഇടിഞ്ഞു വീഴുന്നില്ല, നമ്മളുടെ കോൺഷ്യസ്നെസ് ഇടിഞ്ഞു വീഴും. അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് മാക്സിമം പോസിബിൾ വി ഷുഡ് നോട്ട് കോംപ്രമൈസ്. പ്രസാദം തന്നെ കഴിക്കണം. പ്രസാദത്തിൻ്റെ അത്രയും ആ പ്രാധാന്യം ഇവിടെ പറയുന്നതാണ്. എവരി വൈഷ്ണവ സ്ട്രിക്ട്ലി ഫോളോസ് ദിസ് പ്രിൻസിപ്പിൾ ആൻഡ് ഡസ് നോട്ട് അക്സെപ്റ്റ് എനി ഫുഡ് ദാറ്റ് ഈസ് നോട്ട് പ്രസാദം. എത്ര തന്നെ നമ്മുടെ നാവിന് രുചികരമായിട്ടുള്ള പ്രസാദമല്ല ഭോഗം കിട്ടിയാലും ശരി, ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പ്രസാദം വേഴ്സസ് ചപ്പൻ ഭോഗ്, ഭഗവാന് സമർപ്പിക്കാത്തത്, വളരെ രുചിയുള്ളത്, അത് നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് ഭഗവാന് ഓർഡർ ചെയ്തുള്ള കഞ്ഞിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധാരണ അത് മതി. കാരണം അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കില്ല അഡ്വേഴ്സലി, വിപരീതമായിട്ട്. മറ്റത് കഴിച്ചാൽ എന്താണ്? ആ ഉണ്ടാക്കിയ ആൾക്കാരുടെ കോൺഷ്യസ്നെസ് ആയിരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ്. പ്രസാദം കഴിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് കൃഷ്ണ കോൺഷ്യസ് ആവും. ഈ വ്യത്യാസമുള്ളൂ. അത് വളരെ സട്ടിൽ സയൻസ് ആണ്. എസ് മംഗള മാതാജി, എന്താണ്? ഹരേ കൃഷ്ണ മാതാജി, ചില സ്ഥലത്തൊക്കെ ഈ ചപ്പൻ ഭോഗിന് നന്ദിനി പ്രൊഡക്ട്സിന്റെ സ്വീറ്റ് ഒക്കെ ഓഫർ ചെയ്യണാണല്ലോ, അത് കഴിക്കാൻ പറ്റും പ്രജി? അതെല്ലാം ഏത് പ്രോഡക്റ്റ് കഴിച്ചാലും ശരി, ഇതെല്ലാം ഭഗവാൻ ഓഫർ ചെയ്യണം. പിന്നെ ഇത് ആരുണ്ടാക്കുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു, ഇതൊക്കെ പിന്നെ ഇന്നത്തെ കാലത്ത് ശുദ്ധമായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിൽ മാക്സിമം ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാറ്റിലും അഡൾട്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ സോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ അത് ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ അത് ഏത് ശരി ഏത് തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ആ സോഴ്സ് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ചില കമ്പനികൾ ഉണ്ടാക്കുന്ന നെയ്യ്, അവരുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ കുറേ പ്യുവറായിരിക്കും, അതിൽ അഡൾട്രേഷൻ കുറവായിരിക്കും. കാരണം ഡിവോട്ടീസ് ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കതെല്ലാം നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഏത് ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, അഡൾട്രേഷൻ കുറവായത്. പ്യുവർലി ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മേടിക്കാതിരിക്കുക. അഡൾട്രേഷൻ എവിടെ കൂടുന്നു അവിടുന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ധാന്യങ്ങൾ, ബാക്കി പച്ചക്കറികൾ, ഇതൊക്കെ ബാക്കി പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക. പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? മനസ്സിലായോ മാതാജി? ഒരുപാട് പ്രോസസ്ഡ് ഫുഡ്, റെഡിമെയ്ഡ് ടു ഈറ്റ്, കുക്ക് ചെയ്തത്. അപ്പോൾ എന്താണ് കുക്ക് ചെയ്തത്? എസ്പെഷ്യലി കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അഗ്നി ഉപയോഗിക്കും. മറ്റേ കറോ ഇപ്പോൾ അരി മേടിക്കുന്ന, പരിപ്പ് മേടിക്കുന്ന ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ആണെന്ന് മേടിക്കാം. ഓക്കെ. പിന്നെ അതേപോലെ ഈ കുക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ തീയിൽ ഹാഫ് കുക്ക്ഡും ഫുള്ളി കുക്ക്ഡ് ആയിട്ടുള്ള പ്രസാദങ്ങൾ കിട്ടും, പ്രോസസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് മേടിക്കുമ്പോൾ അത് കാരണം അഗ്നിയിലൂടെയാണ് ഈ മറ്റുള്ളവരുടെ കോൺഷ്യസ്നസ് നമുക്ക് വരുന്നത് ആണ് പറയുന്നത്. അതുകൊണ്ട് അത് കഴിയുന്നത് ഒഴിവാക്കുക. വരും നിവൃത്തിയില്ലെങ്കിൽ വേറെ കാര്യം, നമ്മൾ ട്രാവലിംഗ് സമയത്താണ് അങ്ങനെയാണ്. അപ്പോൾ ഭഗവാന് സമർപ്പിച്ച് കഴിക്കാൻ മാത്രം, നമുക്ക് വേറെ വഴിയില്ലെങ്കിൽ. നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് കഴിയുന്നതും അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എന്നാൽ കോൺഷ്യസ്നെസ് പ്യുവർ ആവും.
So one should take prasadam with great faith and should chant the holy name of the Lord and worship the deity in the temple, always remembering that the deity, Mahaprasadam and the holy name do not belong to the mundane platform. അപ്പോൾ ക്ഷേത്രത്തിലെ അർച്ചവിഗ്രഹം, മഹാപ്രസാദം, ഭഗവാന്റെ ദിവ്യനാമം, ഇതൊന്നും ഓർഡിനറി പ്ലാറ്റ്ഫോമിലല്ല, ഇതെല്ലാം സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലാണ്. By worshipping the deity, eating prasadam and chanting the Hare Krishna Maha Mantra, one can always remain on the spiritual platform. Brahma Bhuyaya Kalpade. ക്ഷേത്രങ്ങളിലെ അർച്ചവിഗ്രഹയുടെ ആരാധന ചെയ്യുന്നതും പ്രസാദം ഓണർ ചെയ്യുന്നതും നാമം ജപിക്കുന്നതും ഇതെല്ലാം സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയുക. ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇതിനൊന്നും ഒരു ഓർഡിനറി കാര്യങ്ങളായിട്ട് കാണാൻ പാടില്ല, നോർമലായിട്ട് കാണാൻ പാടില്ല. 2:10 ഭോജന സമ്പാദ ഹൈല കൈലാചമന സബാരെ പറൈല പ്രഭു മാല്യചന്ദന. भोजन संपादा हैला कैलाचमन सबारे पारेला प्रभु माल्या चंदना. After everyone had finished his lunch and washed his mouth and hands, Sri Chaitanya Mahaprabhu personally decorated everyone with flower garlands and sandalwood. ഇപ്പോൾ എല്ലാവരുടെയും പ്രസാദം ഓണർ ചെയ്യുന്ന കഴിഞ്ഞ ശേഷം ചൈതന്യ മഹാപ്രഭു സ്വയം തൻ്റെ കരങ്ങളെ കൊണ്ട് എല്ലാവരുടെയും കഴുത്തിലെ ഫ്ലവർ പൂമാലകൾ ചാർത്തിച്ചു. സാൻഡൽവുഡ് പൾപ്പ്. ഓക്കെ, നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ആരതി അർച്ചനയൊക്കെ ശേഷം ചന്ദനം എല്ലാവർക്കും നെറ്റിയിൽ അല്ലേ ഭഗവാന്റെ പ്രസാദം കൊടുക്കാറുണ്ട്. അതേപോലെ സാൻഡൽവുഡ് പൾപ്പും എല്ലാവർക്കും കൊടുത്തു, മാലയും കൊടുത്തു. അവരെ ആദരിക്കുകയാണ്. വിശ്രാമ കരിത്തെ സഭേ നിജവാസ ഗേല സന്ധ്യാകാലെ ആസി പൂന പ്രഭു കെ മിലില. विश्राम करीत सबे निजवास गेला संध्याकाले आसी पुनः प्रभु के मिलेला. After thus accepting prasadam, they all went to take rest at their respective residences, and in the evening they again came to meet Sri Chaitanya Mahaprabhu. പ്രസാദത്തിന് ശേഷം എല്ലാവരും അവരവരുടെ വസതികളിലേക്ക് വിശ്രമിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം വീണ്ടും സന്ധ്യാകാലത്ത് വൈകുന്നേരത്തെ ചൈതന്യ മഹാപ്രഭുവിനെ ദർശിക്കാൻ വേണ്ടി എല്ലാവരും വന്നു. ഹേന കാലേ രാമാനന്ദ ഐല പ്രഭുസ്ഥാനേ പ്രഭു മിലൈല താൻഡേ സഭ വൈഷ്ണവഗണേ. हेना काले रामानंद आयला प्रभु स्थाने प्रभु मिलैला तांड्रे सभा वैष्णव गाने. At this time, Ramananda Rai also came to meet Sri Chaitanya Mahaprabhu, and the Lord took the opportunity to introduce him to all the Vaishnavas. ആ സമയത്താണ് വൈകുന്നേരം എല്ലാവരും ഒത്തുകൂടിയ സമയത്ത് രാമാനന്ദറായും അവിടെ എത്തി. ആ സമയത്ത് രാമാനന്ദറായെ എല്ലാ വൈഷ്ണവന്മാർക്കും ചൈതന്യ മഹാപ്രഭു പരിചയപ്പെടുത്തി കൊടുത്തു. സബാലാന ഗേല പ്രഭു ജഗന്നാഥാലയ കീർത്തന ആരംഭ താഥ കൈല മഹാശയ. सबालाना गेला प्रभु जगन्नाथालया कीर्तन आरंभ तथा कैला महाशया. The great personality of Godhead, Sri Chaitanya Mahaprabhu, then took all of them to the temple of Jagannath and began the congregation chanting of the holy name there. എല്ലാവരും കൂടി ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് ക്ഷേത്രത്തിലേക്ക് പോയി. പുരുഷോത്തം ക്ഷേത്രം അവിടെ പോയിട്ട് അവിടെ കോൺഗ്രിഗേഷൻ ചാൻഡിങ് നാമസങ്കീർത്തനം ചെയ്തു. സന്ധ്യാധൂപാദേക്ക് ആരംഭീല സങ്കീർത്തന പഠിച്ച ആശി സഭാരെ ദീല മാല്യ ചന്ദന. संध्या धूपा देखी आरंभीला संकीर्तना भतीजा असी सबारे दीला माल्य चंदना. After seeing the Dhupa Aarti of the Lord, they all began congregational chanting. Then the Padicha, the superintendent of the temple, came and offered flower garlands and sandalwood pulp to everyone. Okay. അപ്പോൾ ധൂപാർത്തിക്ക് ശേഷം എല്ലാവരും നാമസങ്കീർത്തനം ചെയ്തു. അതിനുശേഷം ടെമ്പിളിന്റെ പൂജാരി പുരോഹിതൻ വന്നിട്ട് എല്ലാവർക്കും എന്താ ഫ്ലവർ ഗാർലൻസും സാൻഡൽവുഡ് പൾപ്പും കൊടുത്തു. ചാരി ദിക്കെ ചാരി സമ്പ്രദായ കരേണ കീർത്തന മധ്യേ നൃത്യകാരേ പ്രഭു സചീരാനന്ദന.
चारी दिक्के चारी संप्रदायकारी न कीर्तना मध्ये नृत्यकारे प्रभु सचिदानंदना. 4 parties were then distributed in 4 directions to perform Sankirtana, and in the middle of them, the Lord himself, known as the son of Mother Sachi, began to dance. അപ്പോൾ 4 ഗ്രൂപ്പ് 4 സൈഡിലും നിന്ന് സങ്കീർത്തനം ചെയ്തു. ചൈതന്യ മഹാപ്രഭു അതിന്റെ മധ്യം നിന്നിട്ട് എന്ത് ചെയ്തു? നൃത്തം ചെയ്യാൻ തുടങ്ങി. സൺ ഓഫ് മദർ സച്ചി. അഷ്ടാമൃതംഗ ഭാജേ ബത്രീസ കരതാലാം ഹരി ധ്വനി കരെ സബേ ബാലെ ഭാല ഭാല. हस्तमृदंग बाजे बत्रिशा करताला हरि ध्वनि करे सबे बाले बाला बाला. In the 4 groups, there were 8 mridangas and 32 cymbals. All together, they began to vibrate the transcendental sound, and everyone said, "Very good, very good." Okay. ഓരോ ഗ്രൂപ്പിനും എത്ര? 8. In the 4 group, there were 8 mridanga, total 8. ഈ 2 മൃദംഗം and 32 cymbals. 32 കർത്താൽ. എല്ലാവരും ആ കീർത്തനത്തിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വളരെ ഒരു ട്രാൻസെൻഡന്റൽ ടൊമൾച്ചസ് സൗണ്ട് ആയിരുന്നു. എല്ലാവരും അത് ആ നൃത്തം വെച്ചു, അതിന് കൂടെ ഏറ്റുപാടി. അങ്ങനെ വളരെ ആനന്ദമായിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. കീർത്തനേര ധ്വനി മഹാമംഗള ഉഠില ചതുർദശ ലോകഭാരി ബ്രഹ്മാണ്ഡ ഭേദില. കീർത്തനേര ധ്വനി മഹാമംഗള ഉത്തില ചതുർദശ ലോകഭാരി ബ്രഹ്മാനന്ദ ബദീല. ബ്രഹ്മാണ്ടത്തിനെ ഭേദിച്ചു, പെനട്രേറ്റഡ് ദ ഹോൾ യൂണിവേഴ്സ്. ബ്രഹ്മാണ്ടത്തിനെ. Okay. When the tumultuous vibration of Sankirtana resounded, all good fortune immediately awakened, and sound penetrated the whole universe through the 14 planetary systems. അത്രയും വൈബ്രന്റ് ആയിരുന്നു ആ സങ്കീർത്തനം. 8 മൃദംഗം, 32 കർത്താള്, എല്ലാ 4 ഗ്രൂപ്പ്, എല്ലാവരും ഒരുമിച്ച് പാടുക, ഏറ്റുപാടുക, ഡാൻസ് ചെയ്യുക. അപ്പോൾ അതിന്റെ ബ്രഹ്മാണ്ടത്തിന്റെ അതിനെ കൂടി ഛേദിച്ചു പോയി. അപ്പോൾ എന്താണ് അവിടെ ഒരു ഇതുള്ളത്? ഓൾ ഗുഡ് ഫോർച്യൂൺ ഇമ്മീഡിയറ്റ്ലി അവേക്കൻഡ്. അപ്പൊ ഓൾ ഗുഡ് ഫോർച്യൂൺ ഇമ്മീഡിയറ്റ്ലി അവേക്കൻഡ് കാരണം എന്താണ്? എല്ലാവരും ഭാഗ്യം ഉണർന്നു അവിടെ. കാരണം എന്താണ്? സങ്കീർത്തനത്തിന്റെ നാമസങ്കീർത്തനം എവിടെയുണ്ടോ അവിടെ അശുഭമായിട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാം ശുഭമായിരിക്കും. എല്ലാവരുടെയും ഭാഗ്യം അവിടെ തെളിയും. ഒരു ദുഃഖം അവിടെ അറിയില്ല. ഭഗവാന്റെ നാമാണ് ഉച്ചരിക്കുന്നത്, അല്ലേ? അതാണ് all good fortune immediately awakened and the sound penetrated the whole universe through the 14 planetary system എന്ന് പറയുന്നത്, not in Jagannath Puri alone. അതാണ് നാമത്തിന്റെ ഒരു ഇത്. ഭഗവാന്റെ നാമം, ദിവ്യനാമം എല്ലാറ്റിനെയും ഭേദിച്ച് എല്ലാ സ്ഥലത്തേക്കും എത്തുന്നത്. കീർത്തന ആരംഭേ പ്രേമ ഉഠേല ചലീല നീലാചല വാസി ലോക ധാന ഐല. കീർത്തന ആരംഭേ പ്രേമ ഉത്താലി ചലീല നീലാചല വാസി ലോക ധാന ഐല. When the congregational chanting began, ecstatic love immediately offloaded everything, and all the residents of Jagannath Puri came running. അപ്പോൾ ഈ നാമസങ്കീർത്തനം തുടങ്ങിയ സമയത്ത് ഇമ്മീഡിയറ്റ്ലി, അതായത് ഈ പ്രേമസാഗരത്തിൽ അവരെല്ലാം ആറാടാണ്. അപ്പോഴാണ് ആ ജഗന്നാഥ് പുരിയിലത്തെ എല്ലാ വാസികളും പുരിയിലേക്ക്, അതായത് ഈ നാമസങ്കീർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടി വരുന്നത്. കീർത്തന ദേഖി സബാരാമാനെ ഹൈല ചമത്കാരാം കബു നാഹി ദേഖി ആയിച്ചേ പ്രേമേര വികാര. കീർത്തന ദേഖി സബാരാമാനെ ഹൈല ചമത്കാര കാബു നഹി ദേഖി ഐച്ച പ്രേമേര വികാര. Everyone was astonished to see such a performance of Sankirtana, and they all agreed that never before had Kirtana been so performed and ecstatic love of God so exhibited. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു നാമസങ്കീർത്തനം അവര് സാക്ഷ്യം വഹിച്ചിട്ടില്ല. അതേപോലെയുള്ള ഒരു നാമസങ്കീർത്തനമായിരുന്നു അവര് അവിടെ അനുഭവിച്ചത്.
ആൻഡ് എക്സ്റ്റാറ്റിക് ലവ്, ഭഗവാനുള്ള ആ ഒരു ഭാവം ഉള്ള ആ ഒരു സ്നേഹം ഇതേവരെ അവർ അനുഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. താപേ പ്രഭു ജഗന്നാഥേര മന്ദിര ബേഡിയാം പ്രദക്ഷിണ കരി ഭൂലേന നർത്തന കരിയാം. ताबे प्रभु जगन्नाथ तेरा मंदिर बेदिया प्रदक्षिणाकारी बुलेना नर्तना कारिया. At this time, Sri Chaitanya Mahaprabhu circumambulated the temple of Jagannatha and continuously danced about the whole area. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് നാമസങ്കീർത്തനം നടന്നത്? ഭഗവാന്റെ ക്ഷേത്രത്തിനെ വലം വെച്ചുകൊണ്ട് സർക്കമംബുലേഷൻ ചെയ്തുകൊണ്ട്. അത് വെറുതെ അല്ല, ഡാൻസ് ചെയ്തിട്ട്, നൃത്തം ചവിട്ടിയിട്ട്. ആ കീർത്തനത്തിന്റെ അല്ല ബാക്കിയുള്ള എന്താണ് പറയുക, വാദ്യോപകരണങ്ങളുടെ താളത്തിനനുസരിച്ചിട്ട് ഡാൻസ് ചെയ്തിട്ട് നൃത്തം ചവിട്ടിയിട്ടാണ് പോകുന്നത് അല്ലേ. നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ കാണാൻ വളരെ കുറവായിരിക്കും. നമ്മൾ അവിടെ അമ്പല ക്ഷേത്രത്തിൽ ചെന്ന് സ്റ്റഡിയിലാക്കിയ പടി തൊഴുത് പോരുന്നല്ലാതെ ഇതൊന്നും നമുക്ക് സാധാരണത്തെ ക്ഷേത്രങ്ങൾ കാണില്ല. ഉത്സവ സമയത്ത് കാണും അല്ലേ, ഉത്സവ സമയത്ത് ഉണ്ടായിരിക്കും നൃത്തങ്ങളും കാര്യങ്ങളും കലാപരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അല്ലാത്ത സമയത്ത് ഡെയിലി ഒന്നും ഇത് കാണാൻ പറ്റില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഏത് ടെമ്പിളിൽ പോയാലും അവിടെ ഡാൻസ് ഉണ്ടായിരിക്കും, അതേപോലെ ഹരിനാമകീർത്തനം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ പോയിട്ട് അത് ചെയ്യാൻ തുടങ്ങി എല്ലാവരും നമ്മുടെ നോക്കാൻ തുടങ്ങും, ആരാണ് ഇവിടെ ഏത് ലോകത്തു നിന്നാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. ആകെ പാച്ചെ ഗാനക്കാരെ ചാരി സമ്പ്രദായം ആചാഡേര കാലേധാരെ നിത്യാനന്ദരായ. आगे पाछे गाना करे चारी संप्रदाय आचा देरा काले दारा नित्यानंदा राया. As the circumambulation was performed, the 4 Kirtana parties sang in front and in the rear. Okay, frontlum backilum 4 Kirtana parties ആണ് Chaitanya Mahaprabhu circumambulation പ്രദക്ഷിണം വെക്കുന്ന സമയത്ത്. When Sri Chaitanya Mahaprabhu fell down to the ground, Sri Nityananda Prabhu lifted him up. അപ്പോൾ അങ്ങനെ നൃത്തം വെച്ച് അദ്ദേഹം ക്ഷീണിച്ച് വീണു. ആ സമയത്ത് നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിച്ചു. അശ്രുപുലക കമ്പ സ്വേദ ഗംഭീര ഹുങ്കാര പ്രേമേര വികാര ദേഖി ലോകേ ചമത്കാര. अश्रुपुलगा कंपा स्वेदा गंभीरा हुंकारा प्रेमेरा विकारा देखी लोके चमत्कारा. പ്രേമ ആവശ്യത്തിന് വന്നിട്ട് ചൈതന്യ മഹാപ്രഭു അഷ്ടസാത്വിക വികാരങ്ങൾ തന്റെ ശരീരത്തിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. While Kirtana was going on, there was a transformation of ecstatic love and much tears, jubilation, trembling, perspiration, deep resounding in the body of Sri Chaitanya Mahaprabhu. ഇതെല്ലാം അഷ്ടസാത്വിക വികാരങ്ങളാണ്. അതായത് അശ്രു, ഭയങ്കര സന്തോഷം, ആനന്ദം, വേറെ ട്രെംബ്ലിംഗ്, വിയർക്കുന്നത്, പിന്നെ ഡീപ് റിസൗണ്ടിങ് ഇൻ ദ ബോഡി ഓഫ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ഇതെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. Upon seeing this transformation, all the people present became very much astonished. അപ്പോൾ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഭാവാവസ്ഥ, പ്രേമാവസ്ഥ കണ്ടിട്ട് എല്ലാവർക്കും ആശ്ചര്യം തോന്നി. പിക്കാരി ധാരാജീനി അശ്രുനയനെ ചാരി ദിക്കേര ലോകസഭ കരായസിനാനെ. भिकारी दाराजीनी अश्रुनयने चारी दिकेरा लोकसभा करेय स्निनानि. The tears from the eyes of the Lord came out with great force like water from a syringe. ചൈതന്യ മഹാപ്രഭുവിന്റെ അശ്രുധാര എങ്ങനെയായിരുന്നു? നമ്മള് ഇതില്ലേ എന്തായാലും പറയാ, പിച്കാരി എന്തായാലും പറയാ, സിറിഞ്ചിൽ വരുന്ന പോലെ പിച്കാരി. ഹിന്ദിയിൽ പിച്കാരി എന്ന് പറയും അല്ലെ, മലയാളത്തിൽ എന്താ പറയാ? എന്തായാലും സിറിഞ്ചിൽ നമ്മൾ ചീച്ചാങ്കുഴലോ, അത് നമ്മൾ പ്രസ് ചെയ്ത് അങ്ങനെ വെള്ളം വളരെ ഫോഴ്സിൽ വരുന്ന അതേപോലെ ആയിരുന്നു. അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ അശ്രുധാര കണ്ണിൽ നിന്ന് വരുന്ന അല്ലേ, അത് വളരെ ഫോഴ്സിൽ ഒരു ഫൗണ്ടൻ എങ്ങനെ വരുന്നത് അതേപോലെ ആയിരുന്നു. ആണ് ലൈക്ക് വാട്ടർ ഫ്രം എ സിറിഞ്ച്. Indeed, all the people who surrounded him
were moistened by his tears. Okay? അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും ദേഹത്ത് അദ്ദേഹത്തിന്റെ അശ്രു കൊണ്ട് മോശനായി നനഞ്ഞു എന്ന് പറയുന്നത്. അതാണ് സന്തോഷ അശ്രു. അല്ലേ? സന്തോഷം കൊണ്ട് വരുന്ന അശ്രുവും, അതായത് സങ്കടം കൊണ്ട്, സന്താപം കൊണ്ട് വരുന്ന അശ്രുവും തമ്മിൽ വ്യത്യാസം എന്താണ്? ചൂടും തണുപ്പും. ചൂടും തണുപ്പും. After circumambulating the temple, Nitya Mahaprabhu Kari Kadakshana Mandirera Pacherahi Karaya Kirtana. Nitya Mahaprabhu Kari Kadakshana Mandirera Pacherahi Karaya Kirtana. After circumambulating the temple, Chaitanya Mahaprabhu sometime remain at the rear of the temple and continued his Sankirtana. അപ്പോൾ പ്രദക്ഷിണം വെച്ച ശേഷം ടെമ്പിളിന്റെ പിൻവശത്ത് ഇരുന്നിട്ട് സങ്കീർത്തനം കണ്ടിന്യൂ ചെയ്തു. ചാരിദിക്കെ ചാരി സമ്പ്രദായ ഉച്ചൈശ്വരഗായ മധ്യേ താണ്ഡവ നൃത്യകരേ ഗൗരരായ. Charidiki Chari Sampradaya Ucheswara Gaya Madhya Tantava Nritya Kare Gaura Raya. On all four sides, the four Sankirtan groups chanted very loudly, and in the middle, Sri Chaitanya Mahaprabhu danced jumping high. വളരെ ഉച്ചത്തില് 4 പാർട്ടീസും 4 ഗ്രൂപ്പ്സും 4 സൈഡിൽ ഇരുന്നിട്ട് വളരെ ഉച്ചത്തില് പാടാൻ തുടങ്ങി, കീർത്തനം ചൊല്ലാൻ തുടങ്ങി. ആൻഡ് ഇൻ ദ മിഡിൽ, മധ്യത്തില് ചൈതന്യ മഹാപ്രഭു വളരെ ആവേശത്തോടുകൂടി വളരെ ഉയർന്ന് ചാടാനും തുടങ്ങി. ഡാൻസ് ജമ്പിങ് ഹൈ. നമ്മൾ ചില കീർത്തൻ മേളയൊക്കെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കാറുണ്ട്, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളും ചിലപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തോന്നാത്തവർ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തോന്നും. മടിയുള്ള ആൾക്കാരും അതിൽ കൂടും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം അത് കണ്ടിട്ടാണ് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഡിവോട്ടീസും ഇങ്ങനെ നല്ല കീർത്തനം, അതേപോലെ ഈ നാമസങ്കീർത്തനം, ഡാൻസും എല്ലാം ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ടോട്ടലി വി ആർ ട്രാൻസ്പോർട്ടഡ് ടു ഗോലോക. നമ്മുടെ ആ പ്രസന്റ് സിറ്റുവേഷൻ, എല്ലാ ദുഃഖങ്ങളും മറന്ന് നമ്മൾ ഭഗവാനുടെ ആ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ടോട്ടലി നമ്മുടെ ഒരു സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലേക്ക്, ബ്രഹ്മൻ പ്ലാറ്റ്ഫോമിലേക്ക് ഉയർത്തപ്പെടും ആ സമയത്ത്. ബഹുക്ഷണ നൃത്യകാരി പ്രഭു സ്ഥിരാഹൈല ചാരി മഹാൻ തേരെ താബേ നാചിത ആജ്ഞാദീല. Bahukshana Nrityakari Prabhu Sthira Haila Chari Mahantera Tabe Nachita Ajna Dila. After dancing for a long time, Sri Chaitanya Mahaprabhu became still and ordered 4 great personalities to begin the dance. ഒരുപാട് നേരം ചൈതന്യ മഹാപ്രഭു ഡാൻസ് ശേഷം അദ്ദേഹം നിർത്തി. എന്നിട്ട് തൻ്റെ 4 പ്രധാനപ്പെട്ട ഭക്തന്മാരോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. ഏക സമ്പ്രദായേ നാച്ചെ നിത്യാനന്ദരായ അദ്വൈത ആചാര്യ നാച്ചെ ആര സമ്പ്രദായേ. Eka Sampradaya Nache Nityananda Raye Advaitacharya Nache Arya Sampradaye. In one group, Nityananda Prabhu began to dance, and in another group, Advaita Acharya began to. ഒരു ഗ്രൂപ്പില് ആര് ലീഡ് ചെയ്തു? നിത്യാനന്ദ പ്രഭു. മറ്റേ ഗ്രൂപ്പില് അദ്വൈത ആചാര്യ ലീഡ് ചെയ്തു ഡാൻസ്. ആര സമ്പ്രദായേ നാച്ചെ പണ്ഡിത വക്രേശ്വര ശ്രീവാസ നാച്ചെ ആര സമ്പ്രദായ ഭിതാര. Ara Sampradaya Nache Pandita Vakreshwara Srivasa Nache Ara Sampradaya Bihatara. Vakreshwara Pandit began to dance in another group. അപ്പോൾ 4 ഗ്രൂപ്പാണ്. ഒന്ന് നിത്യാനന്ദ പ്രഭു, പിന്നെ അദ്വൈതാചാര്യ, Vakreshwara Pandit and Srivasa. Vakreshwara Pandit began to dance in another group, and in another group, Srivas Thakur began to dance. Vakreshwara Pandit ഒക്കെ കേട്ടിട്ടുണ്ട്. അതെല്ലാം ചൈതന്യ 72 hours എല്ലാം നോൺ സ്റ്റോപ്പ് ഡാൻസ് ചെയ്യുന്ന പാർട്ടീസായിട്ട്. 72 hours പറഞ്ഞാൽ എത്ര ദിവസമായി? നോൺ സ്റ്റോപ്പ്. അത്രയും കപ്പാസിറ്റി ഉള്ള പാർട്ടീസാണ്.
मध्य राही महाप्रभु करे न दर्शन ताहान एका ऐश्वर्या तांडहाईला प्रकटना. मध्यराही महाप्रभु करेना दर्शना ताहानेक ऐश्वर्या तांड्रे हैला प्रकर्तना. While this dancing was going on, Sri Chaitanya Mahaprabhu watched them and performed a miracle. അപ്പോൾ ഈ നാമസങ്കീർത്തനം നടക്കുന്ന സമയത്ത് മഹാപ്രഭു അവിടെ ഒരു മിറാക്കിൾ പ്രദർശിപ്പിച്ചു. എന്താണത്? चारिदिके नृत्य गीता करे यथा जना सबे देखे प्रभु करे हमारा दर्शना. चारिदिके नृत्य गीता करे यतज्ञाना सबे देखे प्रभु करे अमर दर्शना. എന്താണ് മിറാക്കിള്? ശ്രീ ചൈതന്യ മഹാപ്രഭു stood in the middle of the dancers and all the dancers in all direction perceived Sri Chaitanya Mahaprabhu was looking at them. എല്ലാ സ്ഥലത്തും അതായത് ചൈതന്യ മഹാപ്രഭു മിഡിലിൽ നിന്നു എല്ലാ ഡാൻസേഴ്സിനെയും ഡയറക്ഷനിലേക്കും അവർക്ക് എന്താ തോന്നി? ചൈതന്യ മഹാപ്രഭു ഞങ്ങളെ നോക്കുന്നത്. ഒരു ഫോർ എക്സാമ്പിൾ, ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ എനിക്ക് കിഴക്കുള്ള ആൾക്കാരെ മാത്രമല്ല കാണാൻ പറ്റൂ. ഇത് 6D ആണെന്ന് അറിയില്ല. അപ്പൊ എല്ലാ സ്ഥലത്തുള്ള എല്ലാ സൈഡിലെ ഡയറക്ഷനിലുള്ള ആൾക്കാർക്കും എന്താ ചൈതന്യ മഹാപ്രഭു ഞങ്ങളെ നോക്കുന്നു, ഞങ്ങളെ മാത്രം നോക്കുന്നു. അതാണ് ഒരു മിറാക്കിൾ കാണിച്ചത്. ചൈതന്യ മഹാപ്രഭു എത്രയായി? 4 ഡയറക്ഷനിലേക്കും 4 എക്സ്പാൻഷൻ ആയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് കൃഷ്ണൻ പ്രസാദം കൊടുന്നിട്ട് കഴിക്കുന്ന സമയത്ത് അല്ലേ, മധ്യത്തിൽ കൃഷ്ണൻ ഇരിക്കുന്നു, പിന്നെ ഒരു സർക്കിള്, അത് വേറൊരു സർക്കിള്, മൂന്നാമത്തെ സർക്കിള്, നാലാമത്തെ സർക്കിള്, അങ്ങനെ എല്ലാവരും സർക്കിളിൽ ഇരിക്കുക, കൃഷ്ണൻ മധ്യത്തിലിരിക്കുക. എല്ലാവർക്കും തോന്നുന്നത് കൃഷ്ണൻ എന്നെ മാത്രം നോക്കുന്നു, എന്നോട് മാത്രം സംസാരിക്കുന്നു. കൃഷ്ണൻ എന്നേ ഉള്ളൂ, എത്രയോ സഖമാരുണ്ട്, അവരെല്ലാം അങ്ങനെ പോട്ട്ലക്ക് പാർട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പോട്ട്ലക്ക് പാർട്ടി പറഞ്ഞാൽ എല്ലാവരും കുറേശ്ശെ പ്രസാദം കൊടുത്തിട്ട് എല്ലാവരും വീതിച്ച് കഴിക്കുക. അപ്പോ എല്ലാവർക്കും തോന്നുന്നു കൃഷ്ണൻ എന്നോട് മാത്രം, എന്നെ മാത്രം നോക്കുന്നു, എന്നോട് മാത്രം സംസാരിക്കുന്നു. അപ്പോൾ കൃഷ്ണനെ അനന്തമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ ചൈതന്യ മഹാപ്രഭുവും എല്ലാവർക്കും ദർശനം കൊടുക്കുക, എല്ലാ ഡയറക്ഷനിലും ആൾക്കാർക്കും. സോ ദാറ്റ് വാസ് എ മിറാക്കിൾ. चारी जानेरा नृत्य देखी दे प्रभुर अभिलाषा से अभिलाषे करे ऐश्वर्या प्रकाश. चारि जनर नृत्य देखीते प्रभुर अभिलाषा से अभिलाषा करे ऐश्वर्य प्रकाश. Wanting to see the dancing of the 4 great personalities, Sri Chaitanya Mahaprabhu exhibited this miracle of seeing everyone simultaneously. അപ്പോൾ എല്ലാവരുടെയും നിർത്തി, ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുകയാണെങ്കിൽ അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 4 പുറത്തൊന്നും നടക്കുന്നത് കാണാൻ പറ്റില്ല. നമ്മുടെ ഒരു മേളയിൽ പോവാണ്, ഫെസ്റ്റിവലിൽ പോവാണ്, പല കലാപരിപാടികളും നടക്കുന്നുണ്ടായിരിക്കും. കഥകളി ഉണ്ടായിരിക്കും, ഓട്ടങ്ങൾ ഉണ്ടായിരിക്കും, ഡാൻസ് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ സംഗീതങ്ങൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്നല്ല ആസ്വദിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്നല്ല ഒരു സമയത്ത് കാണാൻ പറ്റുമോ? അല്ലേ? പക്ഷെ ഇവിടെ എന്താണ്? ചൈതന്യ മഹാപ്രഭുവിനെ എല്ലാവരെയും ആസ്വദിക്കണം. സോ ചൈതന്യ മഹാപ്രഭു ഈ 4 ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, വക്രേശ്വര പണ്ഡിറ്റ് ആൻഡ് ശ്രീവാസ് ആചാര്യ, അല്ലേ? ഈ 4 പേരുടെയും ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിന്റെ അവരുടെ ആ നൃത്തം, അവരുടെ ഡാൻസിങ് കാരണം അത് ചൈതന്യ മഹാപ്രഭു അപ്പോൾ എക്സ്പാൻഡഡ് into 4 and so them performing in simultaneously, ഒരേ സമയത്ത്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യാണ്ട് പറ്റില്ല, അതാണ് ഇവിടെ പറയുന്നത്. दर्शनावेश तांड्रा देखी मात्रा जाने कहमाने चौड़ी का देखे इह नाही जाने. दर्शन आवेश तांड्रा देखी मंत्र जाने के में चौथी का देखी इहा नहीं जाने. Everyone who saw Sri Chaitanya Mahaprabhu could understand that he was performing a miracle, but they did not know how it was and how it was that he could see on all 4 sides. എല്ലാവർക്കും മനസ്സിലായി ചൈതന്യ മഹാപ്രഭു ഒരു മിറാക്കിൾ കാണിക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ല എങ്ങനെയാണ് 4 സൈഡിലും ചൈതന്യ മഹാപ്രഭുവിനും ഇവരെല്ലാം കാണാൻ പറ്റുന്ന അവർക്ക് മനസ്സിലായില്ല. പുലീന ഭോജനേന കൃഷ്ണ മധ്യസ്ഥാനെ ചൗടി കേര സഖ കഹേ
हमारे न्याहाने कुलीन बोचनयेन कृष्णा मध्यस्थाने चौतिकेर सकाहे अमारा नेहाने. ഇത് ഞാൻ പറഞ്ഞതാണ്. In his own pastimes in Vrindavana, when Krishna used to eat on the bank of the Yamuna and sit in the center of his friends, everyone of the cowherd boys would perceive that Krishna was looking at him. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നാ ഭഗവാന്റെയും ഭഗവാന്റെ സഖന്മാരുടെയും കൂടെ അവര് ലീലകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ മധ്യഭാഗത്ത് ഇരുന്നിട്ട് ചുറ്റുവട്ടത്തും എല്ലാ സഖന്മാരും ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വിചാരിക്കുന്നത് എന്നെ മാത്രം നോക്കുന്നു. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ലീലയുമാണ് നടന്നത്. In the same way, when Chaitanya Mahaprabhu observed the dancing, everyone saw that Chaitanya Mahaprabhu was facing him. എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ചൈതന്യ മഹാപ്രഭു ഞങ്ങളെ മാത്രമാണ് നോക്കുന്നത്. ഓരോരുത്തരും അങ്ങനെ. അതാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണന്റെ ലീലയും ഇവിടെ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തത്. ഓക്കെ, നമ്മൾ എടുക്കാം. നൃത്യ കരിതയെ ആശയെ സന്നിധാനെ മഹാപ്രഭു കരെ താൻരേ ദൃഢാലിംഗനെ. नृत्य करिताये ऐसे सन्निधाने महाप्रभु करे तंद्र धृत आलिंगने. When someone came nearby while dancing, Sri Chaitanya Mahaprabhu would tightly embrace him. അപ്പോൾ നൃത്തം വെച്ച് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് വരുമ്പോൾ ചൈതന്യ മഹാപ്രഭു അവരെ വളരെ നന്നായിട്ട് ആലിംഗനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ നാമസങ്കീർത്തനത്തിനെ പറ്റിയിട്ടുള്ള വിവരിച്ചിട്ടുള്ള ഒരു ഇതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. आनंद कोटि वैष्णवी की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद जय।